4 കൊല്ലം മുമ്പ് ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫായിട്ട്. ഞാൻ അന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ എയർലൈൻ എയർ ഫ്രാൻസ് കേരളമാണ്. ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 13 കേട്ടോ. നമുക്ക് കുറേ ടാസ്ക് ഉണ്ട്, വർക്ക് ചെയ്തവർക്ക് അറിയാം. അപ്പോൾ അതിലൊരു ടാസ്ക്കാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ്. അന്ന് എനിക്കായിരുന്നു എൻ്റെ ഡ്യൂട്ടി. ഞാൻ ആക്ച്വലി ബാക്കിയുള്ള ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷൻ ഓഫീസർ അടുത്തേക്ക് പോയി ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയ സമയത്ത് ഓഫീസർ പറഞ്ഞു, നിങ്ങളൊരു ചങ്ങായിട്ട് വന്നതിനെ ഒരു പാസഞ്ചർ ഉണ്ട് അവിടെ, ഇങ്ങനെ ഭയങ്കര കലിപ്പായിട്ട് ഡോക്യുമെന്റ് ഒന്നും ഇല്ലാണ്ട് വന്ന് കണവണാന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ദൈവമേ പെട്ടല്ലോ, കാരണം അതും കൂടെ കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി എനിക്ക് റൂം പോകട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ചങ്ങായി, നമ്മളെ ഒരു ഏജൊക്കെ ഉള്ളൂ, ആ ചങ്ങായി അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഞാൻ ഇയാളടുത്ത് പോയി സമാധാനത്തിൽ, കലിപ്പാണ് കേട്ടോ, ആള് കലിപ്പാണ്. കാരണം 10+ hours ജേണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചങ്ങായി വന്നത്. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി ഇയാളടുത്ത് പോയി, പിന്നെ എന്താ സംഭവം എന്നൊക്കെ അറിയണമല്ലോ, നമുക്ക് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ എയർ ഫ്രാൻസിൽ വന്ന പാസഞ്ചർ ഫ്രാൻസ് ടു ബാംഗ്ലൂർ. അപ്പം ഞാൻ ഇയാളടുത്ത് പോയി ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ച് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്താണ് കാര്യം മനസ്സിലായത്. ഇയാൾ ഈ ചങ്ങായി വന്നേക്കുന്നത് നമ്മൾ എന്താണ് ഈ വിസേൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട്, വിസ ആയിട്ടല്ല. സാധാരണ നമ്മൾ ഈ വിസക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു അപ്ലിക്കേഷൻ ഫോം കിട്ടും, അതായത് റിക്വസ്റ്റ് ചെയ്തെന്നില്ല, അതിന് ശേഷമാണ് ഈ അപ്രൂവ് ആയി കഴിഞ്ഞാൽ വിസ വരും. അപ്പോൾ ഇയാൾക്ക് ഇതും അറിയാത്തതുകൊണ്ട് ഇയാൾ ഇത് എടുത്തിട്ടാണ് വന്നത്. ഇയാൾ വേറെ കോമഡി, അവിടെ നിന്ന് കയറ്റി വിട്ട അവന്മാര് അത് വേറെ കോമഡി. അങ്ങനെ ഇയാള് അവിടെ ഇരുത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ സംഭവം ഇങ്ങനെയാണ്, ഇത് നടപടിയാവുന്ന കേസല്ല, ഇത് വാലിഡ് അല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇവിടം വരെ എത്തി തന്നെ വലിയ ദൈവഭാഗ്യം, ഇവിടെ തിരിച്ചു വിടലാണ് ഇനി അടുത്ത പരിപാടി. ഒരു വിധത്തിൽ അത് നല്ല കലിപ്പായിരുന്നു കേട്ടോ, ഒരു വിധത്തിൽ ഒന്ന് കൂളായി, പിന്നെ കാരണം ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് ഓപ്ഷൻ, നിങ്ങൾ ഇവിടുന്ന് ഇനി അലമ്പാക്കിയാൽ ഇത് ഭയങ്കര സീനാവും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറച്ച് എന്തായി സീരിയസ് ആയി. ഞങ്ങൾ നോക്കുമ്പം നെക്സ്റ്റ് ഇയാൾ തിരിച്ച് റിട്ടേൺ ഇനാഡാണ്. അപ്പം റിട്ടേൺ നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റിൽ വിടണം. നെക്സ്റ്റ് അവൈലബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എയർ ഫ്രാൻസ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ 18 hours ഗ്യാപ്പിലാണ്, അത് നെക്സ്റ്റ് ഡേ നൈറ്റാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഞാനിത് ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്ത് പറഞ്ഞ് അപ്പം ബാക്കി ഞങ്ങൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇയാളുടെ ഡിറ്റൻഷൻ റൂമിൽ ഇടണം. അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് ഇയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിരുന്ന് കരയാ. എനിക്ക് ചിരി വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, കാരണം നൈറ്റ് ഷിഫ്റ്റാണ് ഒന്നാമത്. ഇത് ഇയാളെ ഡീൽ ചെയ്തിട്ട് വേണം എനിക്ക് പോകാനും. അപ്പം ഞാൻ ഇയാളെടുത്ത് പോയി. ബാക്കി ഇയാൾ എന്തിനാ കരഞ്ഞ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പോൾ ഫോളോ ചെയ്തോ, നെക്സ്റ്റ് പാർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഓക്കെ.